നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ആരോഗ്യ മേഖലയിൽ നിന്നും വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ആർദ്രം ആരോഗ്യ ജീവിതശൈലി രോഗനിർണയ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായി 50 ലക്ഷം പേരിൽ അടുത്ത കാലത്ത് ഒരു സർവേ നടത്തിയിരുന്നു. ഇതിന്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് സംഗതിയുടെ ഗൗരവം പുറത്തു വന്നിരിക്കുന്നത്. ഈ സ്ക്രീനിംഗ് പരിശോധനയുടെ ഒരു അവലോകനം നോക്കാം. 50 ലക്ഷം പേരിൽ സ്ക്രീനിംഗ് നടത്തിയപ്പോൾ അതിൽ 1,10,781 പേർക്ക് ക്യാൻസറിനുള്ള സാധ്യത കണ്ടെത്തിയിരിക്കുകയാണ്. ഇവരെ തുടർ ചികിത്സയ്ക്കായി റഫർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് സംഘടിപ്പിച്ച ഈ സ്ക്രീനിങ്ങിലൂടെ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി അതിനെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. ഇതിന്റെ ആദ്യഘട്ടം വിജയകരമായിരുന്നു. തുടർന്നാണ് രണ്ടാം ഘട്ടം തുടങ്ങിയത്. മറ്റൊന്ന് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള കണക്കുകളാണ്. 23,21,315 പേർക്ക് ഈ പരിശോധനയിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് സാധ്യത ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. 1,45,867 പേർക്ക് TB പരിശോധനയും 2,10,641 പേർക്ക് ശ്വാസകോശ സംബന്ധമായ പരിശോധനയും റഫർ ചെയ്തിരിക്കുകയാണ്. പരിശോധനയുടെ ഭാഗമായി രക്തസമ്മർദ്ദം കൂടിയ 6,53,541 പേരെയും പ്രമേഹം മാത്രമുള്ള 4,31,448 പേരെയും ഇത് രണ്ടും ചേർന്ന 2,71,144 പേരുടെയും വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 54,772 കിടപ്പ് രോഗികളെയും പരസഹായം ആവശ്യമുള്ള 85,551 പേരെയും 16,31,932 വയോജനങ്ങളെയും സന്ദർശിച്ച് സേവനങ്ങളും നൽകി വരികയാണ്. നേരത്തെ ആദ്യ ഘട്ടങ്ങളിൽ 30 വയസ്സിന് മുകളിലുള്ള 1.54 കോടിയിലധികം പേരുടെ സ്ക്രീനിംഗ് നടത്തി തുടർ ചികിത്സ ഉറപ്പാക്കിയിരുന്നു. രണ്ടാം ഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങൾ, കുഷ്ഠരോഗം, മാനസികാരോഗ്യം, കാഴ്ച പ്രശ്നം, കേൾവി പ്രശ്നം, വയോജനാരോഗ്യം എന്നിവയുടെയും പരിശോധന നടന്നുവരുന്നു. ഈ പരിശോധനകളിൽ രോഗസാധ്യത കണ്ടെത്തുന്നവരെ തുടർ ചികിത്സയ്ക്ക് ശുപാർശ നൽകുകയാണ്. വളരെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ എന്തെന്നാൽ 50 ലക്ഷം പേര് പരിശോധിച്ചതിൽ നിന്നു തന്നെ 23,21,315 അതായത് 46.7% പേർക്ക് ജീവിതശൈലി രോഗസാധ്യത ഉണ്ട് എന്നതാണ്. 1,40,622 പേരെ കുഷ്ഠരോഗം, 15,94,587 പേരെ കാഴ്ച പരിശോധന, 2,29,936 പേരെ കേൾവി പരിശോധന എന്നിവയ്ക്കും നിർദ്ദേശിച്ചിട്ടുണ്ട്. 71,759 പേരെ മാനസികാരോഗ്യ പരിശോധനയ്ക്കും അയച്ചു. നവകേരളം കർമ്മ പദ്ധതിയുടെ ആർദ്രം 2ന്റെ ഭാഗമായി സംസ്ഥാനത്തിലെ 30 വയസ്സിന് മുകളിലുള്ളവരെ എല്ലാവരെയും സ്ക്രീനിങ്ങിന് വിധേയമാക്കുമെന്നാണ് പറയുന്നത്. ഇതിനായി ശൈലി എന്ന ആപ്പാണ് ഉപയോഗിക്കുന്നത്. ആശാപ്രവർത്തകർ നേരിട്ട് വീടുകളിലെത്തിയാണ് സ്ക്രീനിംഗ് നടത്തുവാൻ പോകുന്നത്. ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്ത് മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഈ സ്ക്രീനിങ്ങിലൂടെ വെളിവാക്കപ്പെടുന്ന വസ്തുതകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ആധുനിക ലോകത്തിലെ ജീവിത രീതികൾ ചെറുപ്പക്കാർക്കിടയിൽ തന്നെ ജീവിതശൈലി രോഗങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ ഉചിതമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വരുന്നാളുകളിൽ ആരോഗ്യമുള്ള യുവജനതയുടെ സാന്നിധ്യം നാടിന്റെ പുരോഗതിക്കും അവിഭാജ്യ ഘടകമാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.